നിങ്ങളെ കാത്തിരിക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി പ്രാർത്ഥിച്ചാണ് ഇവിടെ തുടങ്ങുന്നത്. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി മാത്രം കേൾക്കുക. ഇനി മെമ്പർഷിപ്പ് എടുത്തവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഇവിടെ പ്രാർത്ഥന നടത്തുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സാധിക്കട്ടെ. ഇവിടെ എൻ്റെ ചാനലിലെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ചാനലിലെ അംഗങ്ങളാവുക. അല്ലാത്തവർക്ക് വേണ്ടി ഒരു കാർഡ് ഇവിടെ വരില്ല. അത് പറഞ്ഞാണ് ഞാൻ കാർഡുകൾ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരുപോലെ നെഗറ്റീവോ എല്ലാവരും ഒരുപോലെ പോസിറ്റീവോ ആയിരിക്കില്ല. അതുകൊണ്ട് കാർഡുകളും അതുപോലെയാണ് വരിക. ഇവിടെ കിട്ടുന്നത് ഞാൻ പറയും. ഞാനിവിടെ നോക്കുന്നത് നിങ്ങൾ മനസ്സുകൊണ്ട് കാത്തിരിക്കുന്ന ആ വ്യക്തിക്ക് മനസ്സുകൊണ്ട് നിങ്ങളെ ഇഷ്ടമാണോ എന്നാണ്. ചിലപ്പോൾ ഫിസിക്കൽ ബന്ധമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ മനസ്സുകൊണ്ട് അവർ നിങ്ങൾ കൊടുക്കുന്ന പോലുള്ള സ്നേഹം ഇങ്ങോട്ടുള്ള ആളാണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ 18 മുകളിൽ ഉള്ളവരും 60 താഴെ ഉള്ളവരും മാത്രം കാണുക. അവർക്ക് വേണ്ടിയുള്ള റീഡിംഗ് ആണ്. നിങ്ങളുടെ മാത്രം കാര്യമാവണമെന്നില്ല. ഇവിടെ ഒരുപാട് പേരുടെ എനർജിയാണ് വരിക. എങ്കിലും അവസാനം വരെ ലവ് മെസ്സേജുകൾ തന്നെ പല കാർഡുകളിൽ നിന്ന് എടുക്കുന്നത്. നിങ്ങൾക്കൊരു മെസ്സേജെങ്കിലും കിട്ടും. ഇനി നിങ്ങൾക്ക് തൃപ്തിയായില്ലെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ മാത്രം കാര്യം അറിയാം. പരിഹാരം കൂടി ഞാൻ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ കാർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഡീപ്പ് ബ്രീത്തൊക്കെ എടുത്ത് കാണുക. ആ വ്യക്തിയെ മനസ്സിൽ ചിന്തിക്കുക. നൈറ്റ് വെപ്പാണ് വന്നിരിക്കുന്നത്. അവർ നിങ്ങളെ ഫോളോ ചെയ്യുന്നു. 5 സോട്സ്. എന്തോ ഒരു ചെറിയ ആർഗ്യം ഉണ്ടായി. നിങ്ങളൊന്ന് പിണങ്ങി നിൽക്കുകയാണ്. കർക്കിടകം രാശിയാണ്. അവർക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. വിരഹം മേബിയാണ്. ഒരു പക്ഷേ പുറത്ത് കാണിക്കാൻ പറ്റാത്തൊരു പ്രണയമാവാം. മാർസും വീനസുമാണ് വന്നിരിക്കുന്നത്. 3 സോട്സ്. മൂന്നാമത്തെ ഒരു വ്യക്തി ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു പ്രശ്നമാവാം. 8 സോട്സ്. ഒരു ട്രാപ്പിലായ പോലെയുണ്ട്, അല്ലെങ്കിൽ മെൻ്റൽ തടവറയിലും ആവാം. എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ചിന്തിച്ച് കൂട്ടി. 6 കപ്പ് വന്നു, ടവർ വന്നു. 6 കപ്പ് എന്ന് പറഞ്ഞാൽ ഓർമ്മകളാണ്. ടവർ എന്ന് പറയുമ്പോൾ ഒന്ന് ബ്രേക്കപ്പ് ആയ പോലെയുണ്ട്. ഈ കാർഡ് ഞാൻ മലത്തി വെക്കുന്നില്ല. ഡെവിളാണത്. 10 വാണ്ട് വന്നു. എടുക്കാൻ പറ്റാത്ത ഭാരമാണ്. 8 ഓഫ് സോട്സ് വന്നു. കുറച്ച് പ്രശ്നങ്ങൾ നിറഞ്ഞ വഴിയാണ്. ഡെവിൾ കാർഡ് നമുക്ക് കമഴ്ത്തി വെക്കാനേ പറ്റൂ. അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് തരാൻ യൂട്യൂബ് സമ്മതിക്കില്ല. അശ്വതി മകം മൂലം, തിരുവാതിര ചോതി ചതയം, ഭരണി പൂരം പൂരാടം. 1, 3, 5, 6, 8, 10. 6 2 തവണ വന്നിട്ടുണ്ട്. ഇനി 16 വന്നിട്ടുണ്ട്, 15 വന്നിട്ടുണ്ട്. നിങ്ങളുമായി ഈ നമ്പറുകൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കുക. ഇനി നമുക്ക് ആദ്യത്തെ കാർഡായ 6 കപ്പിലേക്ക് വരാം. ഇത് നിങ്ങൾ അവരെ ഫോളോ ചെയ്യുകയാണോ, അവർ നിങ്ങളെ ഫോളോ ചെയ്യുകയാണോ? നിങ്ങളുടെ എനർജി വരുമല്ലോ. നിങ്ങളിത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ. ചിലപ്പോൾ നിങ്ങൾ അവരെ ഫോളോ ചെയ്യുന്നതായിരിക്കാം. കാരണം നിങ്ങൾ തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായതായിട്ട് 5 സോട്സ് പറയുന്നുണ്ട്. തേർഡ് പാർട്ടിയെ ചൊല്ലിയുള്ള വഴക്കാണ്. അത് ചിലപ്പോൾ നിരപരാധിയോട് പറയുന്നതാവാം. അവർക്കൊരു തേർഡ് പാർട്ടി ഉണ്ടെന്ന് നിങ്ങൾ ആരോപിക്കുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി ഉണ്ടെന്ന് അവരാരോപിക്കുന്നതോ ആവാം നിങ്ങളുടെ വഴക്കിൻ്റെ കാരണം. അപ്പം പിന്നെ ഉണ്ടാവുമല്ലോ, ടവർ ആവുമല്ലോ. ബ്രേക്കപ്പായി അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് പോയി. എന്നിട്ട് അപ്പുറത്തിരിക്കുന്ന ആൾ നിങ്ങളെ ഫോളോ ചെയ്യുകയാണോ, അതോ നിങ്ങൾ അവരെ ഫോളോ ചെയ്യുകയാണോ എന്ന് നിങ്ങളുടെ സാഹചര്യം പോലെ എടുത്തോളുക. ചെറിയൊരു വഴക്കുണ്ടായി. ആ വഴക്ക് തേർഡ് പാർട്ടിയെ ചൊല്ലിയുള്ളതാണ്. അതോടുകൂടി 2 പേരും മിണ്ടാതായി. ടവർ വന്നു, എൻഡായി. ഈ സമയത്ത് ഒരാൾ മറ്റൊരാളെ ഫോളോ ചെയ്യാണ് മനസ്സുകൊണ്ട്. അവർക്ക് എൻഡാക്കാൻ സാധിക്കുന്നില്ല. എൻഡായി എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നത് അവർ മനസ്സുകൊണ്ട് നിങ്ങളെങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സോൾ കണക്ഷൻ വരുമ്പോഴാണ് ഈ മനസ്സുകൊണ്ടുള്ള സഞ്ചാരം ഉണ്ടാകുന്നത്. എന്നാൽ ഇവിടെ ഡെവിൾ വന്നതുകൊണ്ട് നിങ്ങളൊരു കർമ്മയുമാവാം, കർമ്മബന്ധമാവാം. സോൾ കണക്ഷനും വന്നിട്ടുണ്ട്. പലതരം ആളുകളാണ്. ഓരോരുത്തരായിട്ട് അവനവൻ്റെ കണക്ഷൻ എന്താണെന്ന് ചിന്തിക്കുക. കർമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ടോക്സിക്കായൊരു ബന്ധമായിരിക്കും. 2 പേരിൽ ഒരാളിങ്ങനെ ടോക്സിക്കായി പെരുമാറും. എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക, എവിടെയെന്ന് ചോദിക്കുക, അങ്ങനെ സംശയത്തിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുക, അവനവൻ്റെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കുക, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾക്ക് നിർബന്ധിക്കുക, ശാരീരികമായ ബന്ധം ഉണ്ടാവുക. അതിപ്പോൾ സിംഗിൾസ് ആണെങ്കിലും അതിന് വേണ്ടിയിട്ട് നിർബന്ധിക്കുക. അങ്ങനെയൊക്കെയുള്ള ടോക്സിക് ബന്ധങ്ങൾക്കാണ് ഡെവിൾ വരുന്നത്. എന്നാൽ ആദ്യത്തെ കാർഡ് ശാന്തമായി പ്രണയിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. വഴക്കൊക്കെ ഉണ്ടാവും, വഴക്കില്ലാത്ത മനുഷ്യന്മാരുണ്ടോ? പക്ഷെ അത് കഴിഞ്ഞ് അത്ര ഭയങ്കര വഴക്കൊന്നും ആയിരിക്കില്ല. തേർഡ് പാർട്ടിയെ ചൊല്ലിയൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ മനസ്സ് വേദനിച്ച് മാറി നിൽക്കുക. എന്നാൽ മനസ്സുകൊണ്ട് നിങ്ങളെ ഫോളോ ചെയ്യുക. ശരീരം കൊണ്ടല്ല, മനസ്സുകൊണ്ട്. എന്നാൽ 5 സോട്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു ഡെവിൾ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. 3 സോട്സ്, 5 സോട്സ്, 10 വാണ്ട്, ടവർ.
ഇതൊക്കെ പറയുന്നത് ഒരു ഡെവിളിനെ കുറിച്ച് തന്നെയാണ്. ഇത് അവരുടെ പങ്കാളിയോ നിങ്ങളുടെ പങ്കാളിയോ ആയിരിക്കാം, അല്ലെങ്കിൽ അവരെ നിങ്ങളെ ആഗ്രഹിക്കുന്ന മൂന്നാമത്തെ വ്യക്തിയായിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ നിങ്ങളുടെ പ്രണയത്തിൽ കലഹം ഉണ്ടാക്കാനും ഈ പ്രണയികളിൽ ഒരാളെ സ്വന്തമാക്കാനും വരുമ്പോൾ അയാളെ ഡെവിൾ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് ഡെവിൾ എന്ന് തന്നെ ഞാൻ എടുത്തു പറയുന്നത്. ഒരുപക്ഷെ ആ വ്യക്തിക്ക് അറിയുമായിരിക്കാം നിങ്ങൾ വിവാഹം കഴിക്കാൻ കാത്തിരിക്കുന്നവരാണ്, വർഷങ്ങളായി പ്രണയിക്കുന്നവരാണ്, അവർ ഒന്നാവേണ്ടവരാണെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിലും ഈ നെഗറ്റീവ് ചിന്ത കൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുക, അതിൽ നിന്ന് എനിക്ക് നേടാൻ കഴിയുമെന്ന് ചിന്തിക്കുക, മിസ്യൂസ് ചെയ്യുക, നെഗറ്റീവായി ചിന്തിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഡെവിൾ വരുന്നത്. അതുപോലെ ആരെങ്കിലും നിങ്ങളുടെ പ്രണയത്തിലുണ്ടോ? എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു തടവിലാക്കിയിട്ടുണ്ട് ഈ വ്യക്തിയെ അല്ലെങ്കിൽ നിങ്ങളെ. തടവിലാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് കയറി വന്ന് സഹായിക്കുക. അത് ചില ഡെവിളുകളുടെ സ്വഭാവമാണ്. ഇവരാവശ്യപ്പെടില്ല, ഇവർക്ക് ചില ആവശ്യങ്ങളുണ്ടെന്ന് അവരറിഞ്ഞ് ഇങ്ങോട്ട് വന്ന് സഹായിക്കുക. ദൈവത്തിനെ പോലുള്ളവരും അങ്ങനെ ചെയ്യും, ഡെവിളിനെ പോലുള്ളവരും ചെയ്യും. ദൈവത്തിനെ പോലെ ചെയ്യുന്നത് അവരൊന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെയാണ്. അത് ശരിക്കും യഥാർത്ഥത്തിലുള്ളൊരു സഹായമാണ്. ഇവിടെ ഈ ഡെവിൾ അങ്ങനെയല്ല, അവർക്ക് നേടാൻ വേണ്ടിയിട്ട് സഹായിക്കുകയാണ്, ഒരു കടപ്പാടുണ്ടാക്കി വയ്ക്കുകയാണ്, അതിൽ ട്രാപ്പിലാക്കുകയാണ്. അങ്ങനെ ട്രാപ്പിലായിട്ടുണ്ട്. നിങ്ങളാവാം അവരാവാം, രണ്ടുപേർക്കും ഇതുപോലുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. ജോലി ചെയ്യുന്നു, മക്കളുണ്ടാവാം, ചിലപ്പോൾ കുടുംബമുള്ളവർ ഭർത്താവ് ഭാര്യ വേർപിരിഞ്ഞ് പോയിട്ടുണ്ടാവാം, മറ്റേയാൾ കഷ്ടപ്പെട്ടായിരിക്കുക കുട്ടികളെ വളർത്തുന്നുണ്ടാവുക. അപ്പോൾ മറ്റുള്ളവരുടെ സഹായം വേണ്ടി വരും. ഈ സഹായിക്കുന്നവരൊക്കെ നെഗറ്റീവായി ചിന്തിച്ചാലോ അതിവിടെ ഡെവിളായിട്ടല്ലേ വരിക? ഒന്നും വേണ്ട. ഒരു സിംഗിൾ പാരൻ്റ് ആണെങ്കിൽ കുഞ്ഞിനെ ഒന്ന് കൊടുത്തിട്ട് അപ്പുറത്തേക്കോ പോകണമെങ്കിൽ ഒരാളുടെ സഹായം വേണ്ടേ? ആ ആൾ വിചാരിക്കുന്നത് ഇവരെ മിസ്യൂസ് ചെയ്യണം എന്നാണ്. അപ്പോൾ നമുക്ക് അമ്മയൊക്കെ പറയുന്നത് പോലെ പറക്കുന്ന കാക്കയുടെ സഹായം പോലും വേണ്ടി വരും എന്ന് പറയും. ഒരു ഉദാഹരണം, ആരെയാണ് വേണ്ടി വരിക എന്നറിയില്ല, ഏത് സമയത്താണ് വേണ്ടി വരിക എന്നറിയില്ല. ഈ സഹായിക്കുന്നവർ എല്ലാവരും നല്ലവരാണെന്ന് പറയാൻ പറ്റില്ല. ഡെവിളിൻ്റെ പോലെ സഹായിക്കുന്നവരുണ്ട്. ഒരവസരം കിട്ടിയിട്ട് വേണം എനിക്കത് മുതലെടുക്കാൻ എന്ന് വിചാരിച്ച് ഇവരെ ട്രാപ്പിലാക്കിയ ഒരാളാണ് ഡെവിളിൽ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന പോസിഡോൺ ആണ്, വിഷം നിറഞ്ഞ മനസ്സുമായിട്ട് നിൽക്കുന്ന ആൾ. ഡെവിൾ എന്ന് പറഞ്ഞാൽ തന്നെ മുഴുവനായി അതിൻ്റെ അടുത്ത അവതാരമാണ് പോസിഡോൺ. അതിൻ്റെ അർത്ഥം ഇവരെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് മിസ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞ് ട്രാപ്പിലാക്കിയിരിക്കുകയാണ്. ഇനി കൈവിഷം പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴാണ് ഈ ഡെവിൾ എനർജി, നെഗറ്റീവ് എനർജിയൊക്കെ വരിക. അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് ചെയ്യുമ്പോഴൊക്കെയാണ് ചില കാർഡുകൾ, ഇവിടുത്തെ നെഗറ്റീവ് കാർഡുകളെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വേണമെങ്കിൽ വന്ന് നോക്കുക. ഇന്നത്തെ കാലത്തും അങ്ങനെ ഉണ്ടെന്നാണ് ചിലരൊക്കെ പറയുന്നത്. കാരണം ഓരോ നടന്മാരുടെ കുടുംബം നശിച്ചത്, ഓരോ നടന്മാരുടെ ഉയർച്ച തടഞ്ഞതൊക്കെ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ കൈവശം പോലുള്ള കാര്യങ്ങളാണെന്ന് ഇന്നത്തെ കാലത്തും പറയുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞ നാലുപടം നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക. വെറുതെ ഈ മാമാപ്പണി ചെയ്യുന്ന ടാരോ റീഡർമാരുടെ മാത്രം കേട്ടുകൊണ്ട് നിങ്ങളുടെ പങ്കാളി അങ്ങനെ, നിങ്ങളുടെ പങ്കാളി ഇങ്ങനെയെന്ന് മാത്രം കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് പ്രണയത്തിനെക്കുറിച്ച് മുഴുവനാവില്ല. ഇതുപോലുള്ള വീഡിയോ ചെയ്യുന്നവരുമുണ്ട്. ഗന്ധർവന്മാർ ഇന്നത്തെ കാലത്തും ഉണ്ടെന്നാണ് ചിലർ പറയുന്നത്. നമ്മൾ വിചാരിക്കുമോ ഗന്ധർവന്മാർ ദേഹത്ത് കൂടിക്കഴിഞ്ഞാൽ ആ ലേഡിക്ക് പിന്നെ ജീവിതം ഇല്ല, വേറൊരു പുരുഷനെ തൊടാൻ അയക്കില്ല. അവരൊരു ഉന്മാദാവസ്ഥയിൽ, ഭ്രാന്തിൻ്റെ അവസ്ഥയിലേക്ക് മാറും. ഈ ഭ്രാന്തമായ അവസ്ഥയിലാണ് ഈ ഗന്ധർവൻ ഇവരുമായിട്ട് സല്ലപിച്ചുകൊണ്ടിരിക്കുന്നത്. അതും സംഭവിക്കുന്നുണ്ട്. അവർ നോർമലായിരിക്കില്ല, എപ്പോഴും അബ്നോർമലായിരിക്കും. നല്ല സൗന്ദര്യം വേണം, പിന്നെ അതിന് ചില ചടങ്ങുകളൊക്കെ പറയും. അതുപോലെയൊക്കെ ആകുമ്പോഴാണ് ഗന്ധർവനൊക്കെ ദേഹത്ത് ആവേശിക്കുന്നത്. പണ്ട് ഞങ്ങളുടെ നാട്ടിലത്തെ ഒരു പണിക്കർ, കേമനാണ്, അയാൾ ഗന്ധർവബാധയൊക്കെ ഒഴിപ്പിക്കാറുണ്ട്. അപ്പോൾ അയാളുടെ വൈഫ് നമ്മുടെ വീട്ടിലൊക്കെ വരും. അപ്പോൾ ഒരു ദിവസം പറയുന്നുണ്ട്, ഇതുപോലെ എവിടുന്ന് ഒഴിപ്പിച്ചിട്ട് ഒരു പാവയിലൊക്കെ ആവാഹിച്ചിട്ടൊക്കെ കൊണ്ടുവന്ന് അവരുടെ വീട്ടിൽ എവിടെയൊക്കെ വെക്കും, എന്തൊക്കെ ചെയ്യും. പണിക്കന്മാരുടെ വീടല്ലേ, ഇതുപോലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരല്ലേ. എന്തായാലും പണിക്കെത്തിയവർ രാത്രി എഴുന്നേറ്റിട്ട് ബാത്റൂം പോകാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ മുറ്റത്ത് നല്ല നിലാവാണ്. അവിടെ ഉണ്ടത്രേ ഭയങ്കര ഹൈറ്റുള്ളൊരു മനുഷ്യൻ നിൽക്കണമെന്ന്. ഒരു 7 അടി പൊക്കമൊക്കെ ഉള്ള ഒരാൾ, അസാധാരണ വലിപ്പമുള്ള ഒരാൾ നിൽക്കുന്ന പോലെ തോന്നി. അങ്ങനെ പേടിച്ച് ബെഡ്റൂമിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു അത്രേ, നീ ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞു അത്രേ. അപ്പോൾ അവർ പറയുക, ഈ ഗന്ധർവനെ ഒഴിപ്പിച്ച് വന്നതല്ലേ, എന്താണാവോന്ന്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പരിഹസിക്കും, പുച്ഛിക്കും. പക്ഷേ ടാരോ റീഡിങ്ങിലൂടെ നിങ്ങളുടെ കാമുകനെ കുറിച്ച് പറഞ്ഞാൽ അത് മാത്രം 100% അങ്ങ് വിശ്വസിക്കും.
ഇത് സത്യമാണോ എങ്കിൽ അതൊക്കെ സത്യമാണ്. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് മാജിക് വന്നിട്ടുണ്ട്. കൈവശം പോലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. 10 വാണ്ടാണ്, മനസ്സിന് ഭയങ്കര ഭാരമാണ്. ഏസ് ഓഫ് സോഡ്സ് ആണ്, ഇപ്പോൾ ആ വഴി പോകാൻ കഴിയുന്നില്ല. 8 സോഡ്സ് ആണ്. ഒരു പക്ഷേ അവർ മാനസികമായിട്ട് മെൻ്റൽ പ്രിസൺ എന്നാണ് പറയുക, അവനവൻ്റെ മനസ്സിൻ്റെ തടവറയിൽ നിൽക്കുക. എന്തൊക്കെ പ്രശ്നങ്ങൾ? 6 കപ്പ് എന്ന് പറഞ്ഞാൽ ഓർമ്മകളാണ്. 3 സോഡ്സ് എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടിൻ്റെ. ഡെവിൾ എന്ന് പറഞ്ഞാൽ ഡെവിളിൻ്റെ പോലുള്ള തേർഡ് പാർട്ടിയാണ്. ടവർ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളൊന്ന് ബ്രേക്കപ്പ് എടുത്തിരിക്കുകയാണ്, തേർഡ് പാർട്ടിക്കാരനായിരിക്കാം. പങ്കാളി ഉണ്ടെങ്കിൽ അവരെപ്പോഴും സംശയിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം അറിയുക, അങ്ങനെയൊക്കെ പ്രശ്നമാവാമല്ലോ. ഇനി പങ്കാളി ഇല്ലെങ്കിൽ ഇതുപോലെ ഹെൽപ്പ് ചെയ്തിട്ട് അവരെ സ്വന്തമാക്കാനോ നിങ്ങളെ സ്വന്തമാക്കാനോ നിൽക്കുന്ന ഗൂഢ ഉദ്ദേശങ്ങളുള്ള ഒരു ഡെവിൽ. അപ്പോൾ നൈറ്റ് കപ്പ് എന്ന് പറഞ്ഞാൽ അവർ ഭ്രാന്തമായി നിങ്ങളെ ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഭ്രാന്തമായി അവരെ ഫോളോ ചെയ്യുന്നു. അതിന് കാരണം രണ്ടുപേരും ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ്. അതിന് കാരണം രണ്ടുപേരും തേർഡ് പാർട്ടിയെ ചൊല്ലിയിട്ടുള്ള വഴക്കായിരിക്കാം, അല്ലെങ്കിൽ ശരിക്കും തേർഡ് പാർട്ടി ഉള്ളത് കാരണം രണ്ടുപേർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. 8 സോഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളോ അവരോ ട്രാപ്പിലായിട്ടുണ്ട്. ഇനി ഏസ് ഓഫ് സോഡ്സ് എന്ന് പറഞ്ഞാൽ അത് കാരണം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, ഒരുപാട് ട്രോമയൊക്കെ അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. 3 സോഡ്സ് എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി തന്നെയാണ്. 10 വാണ്ട് എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ കൂടുതലാണ്. 6 കപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒപ്പം വർക്ക് ചെയ്യുന്നവരോ ഒപ്പം പഠിക്കുന്നവരോ ആണ്, അല്ലെങ്കിൽ ചുറ്റുവട്ടത്ത് കാണുന്നിടത്തുള്ളവരാണ്. ഡെവിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെ മിസ്യൂസ് ചെയ്യാൻ ഒരു ഡെവിളുണ്ട്, നിങ്ങൾക്കാണോ അവർക്കാണോ എന്നറിയില്ല. ടവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൽക്കാലം നിങ്ങളുടെ അടിത്തറ ഇളകിയിരിക്കുകയാണ്, റീയൂണിയന് സാധ്യതയുണ്ട്. കർക്കിടകം രാശി എന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങളെ ഭയങ്കരമായി മിസ് ചെയ്യുന്നു, നിങ്ങൾക്ക് അവരെ മിസ് ചെയ്യുന്നു എന്നാണ്. മേ ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ര ഓപ്പണായിട്ട് പെരുമാറാൻ കഴിയാത്തൊരു ബന്ധമാണ്, വിവാഹേതര ബന്ധമാണ്. ഇവിടെ മാർസും വീനസുമാണ് വന്നിരിക്കുന്നത്. ഡെവിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് നെഗറ്റീവ് മാത്രവും പറയാൻ പറ്റില്ല, ഇവിടെ നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ട്. എനിക്ക് സ്വന്തമാക്കണം, അല്ലെങ്കിൽ എൻ്റെ മാത്രമാണ് എന്ന് പറഞ്ഞ് പങ്കാളി സ്നേഹിക്കുന്നതിന് ഡെവിൾ വരാം. പങ്കാളി മദ്യപിക്കുക, നിങ്ങൾ തമ്മിൽ ശാരീരിക ബന്ധം ഉണ്ടാവുക, ഈ സമയത്ത് ഡെവിൾ വരാം. ആസക്തികൾക്ക് ചങ്ങലക്കിടൂ എന്നാണ് ഡെവിൾ തരുന്ന സന്ദേശം. എപ്പോഴും നമ്മൾ നെഗറ്റീവ് അല്ല പറയുന്നത്, പക്ഷേ ഇവിടെ ഒരു ബ്ലാക്ക് മാജിക് എനർജി എനിക്ക് അറിയുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയില്ല. ഡെവിൾ എന്ന് പറഞ്ഞാൽ രാക്ഷസ രാജാവ്, അല്ലെങ്കിൽ എല്ലാം കൊണ്ട് ഭയങ്കര ബുദ്ധിരാക്ഷസനാണ്. നല്ല ജോലിയൊക്കെ ഉള്ള ആളാണ്, IT പ്രൊഫഷനായിരിക്കാം, നല്ല ജോലിയാണ്, നല്ല സമ്പത്തുള്ള ആളാണ്. രാക്ഷസന്മാർക്ക് എല്ലാം തികഞ്ഞ ആളായിരിക്കുമല്ലോ, അതുപോലുള്ള അവസ്ഥയിലും ഡെവിൾ വരാം. നല്ല സാമ്പത്തിക മുന്നേറ്റമൊക്കെ ഉള്ള ആളായിരിക്കാം, നല്ല ജോലിയിൽ മുന്നോട്ട് പോകുന്ന ആളായിരിക്കാം, IT മേഖലയും ആയിരിക്കാം. ഇതുപോലെയൊക്കെയുള്ള ആളുകൾക്ക് വേണ്ടി ഡെവിൾ എനർജി വരാം. എങ്കിലും ഇവിടെ നമുക്ക് നെഗറ്റീവ് ഉള്ളത് കാരണം കുറച്ച് കാർഡുകളൊക്കെ നെഗറ്റീവാണ്. അതുകൊണ്ട് എനിക്ക് നെഗറ്റീവായിട്ട് തന്നെ തേർഡ് പാർട്ടിയായിട്ട് തന്നെ ഡെവിളിനെ കാണാൻ പറ്റൂ. എന്തായാലും ഈ വ്യക്തി നിങ്ങളെ ഭ്രാന്തമായി ഫോളോ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്കും വിരഹമാണെന്ന് 6 കപ്പ് പറഞ്ഞു. നിങ്ങൾ തൊട്ടടുത്തിരുന്നിട്ടും സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയും ഇവിടെ കാണുന്നുണ്ട്. ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോഴും മിണ്ടാതെ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതുവരെ നിങ്ങൾ ഹൃദയം കൈമാറിയവരാണ്, എല്ലാ രീതിയിലും അടുത്തവരാണ്. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് മൗനമാണ്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് അല്ല നമുക്ക് പറയാനുണ്ടെങ്കിൽ, 6 കപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒപ്പം വർക്ക് ചെയ്യുന്നവരോ ഒപ്പം പഠിക്കുന്നവരോ ആണ്. നിങ്ങൾ എല്ലാ രീതിയിലും അടുത്തിട്ടുണ്ട്, പ്രണയിക്കുന്നുണ്ട്. സിംഗിൾസ് ആണെങ്കിൽ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. അതിനിടയിലേക്കാണ് ഒരു ഡെവിൾ വന്നിട്ടുണ്ടാവുക. നല്ല സൗന്ദര്യമുള്ള ആളായിരിക്കും. ഡെവിളിൻ്റെ ചിത്രം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അഴകിയ രാവണൻ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നല്ല സൗന്ദര്യമുള്ള ഡെവിളായിരിക്കാം. അപ്പോൾ ഇവരെ താല്പര്യമായിട്ട് നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളോട് താല്പര്യം കുറയുമ്പോഴും ഈ ഡെവിൾ എനർജി വരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൺമുന്നിൽ തന്നെ അവർ ശൃംഗരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങളുടെ വേദന എത്രയായിരിക്കും? പക്ഷേ ഇവിടെ അതും പറയാൻ പറ്റില്ല, കാരണം ഒരാൾ ഭയങ്കരമായി ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ അതുപോലെ എടുക്കുക കേട്ടോ. നിങ്ങളിപ്പോൾ ഈ അടുത്ത് സ്ഥലം മാറി വന്നിട്ടുള്ള ഒരാളുമായിട്ട് നിങ്ങളുടെ പങ്കാളിക്ക് ഇത്തിരി കമ്പം കൂടി, അതോടുകൂടി നിങ്ങളുമായി ഡൗൺ ആയി എന്നാണെങ്കിൽ, നിങ്ങൾക്ക് മെസ്സേജൊക്കെ അയച്ചുകൊണ്ടിരുന്നവർ അത് നിർത്തി, നിങ്ങളോട് സംസാരിക്കുന്നത് നിർത്തി, നിങ്ങളെ അവഗണിച്ച് പെരുമാറാൻ തുടങ്ങി, നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടെന്ന് അവർക്കറിയാം, എങ്കിലും മൈൻഡ് ചെയ്യുന്നില്ല. ഇതുപോലെ അവസ്ഥയാണെങ്കിൽ അവർക്ക് മറ്റേ ആളോട് താല്പര്യം തുടങ്ങി എന്നുള്ളതാണ്, അവരെ ട്രാപ്പിലാക്കി എന്നുള്ളതാണ്. ഇത് നമ്മൾ നെഗറ്റീവ് മെസ്സേജ് അല്ല പറയുന്നത്, പോസിറ്റീവ് തന്നെയാണ്. 6 കപ്പും ഡെവിളും നൈറ്റ് കപ്പും കൂടിയിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂ. ചില കാർഡുകളുടെ സെറ്റാണ് നമ്മൾ പറയുന്നത്. ഇനി 8 സോഡ്സും 10 വാണ്ടും കൂടി പറയുകയാണെങ്കിൽ, ട്രാപ്പിലായ ശേഷം മനസ്സിൽ ഭയങ്കര ഭാരമാണ്,
ചിലപ്പോൾ അവരങ്ങനെ അവരോട് അടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് അവർക്ക് തന്നെ തോന്നുന്നുണ്ട്. ഇത് പോസിറ്റീവ് മെസ്സേജാണേ. അങ്ങനെ ആരെങ്കിലുമായി കുറച്ച് അടുപ്പമായി നിങ്ങളെ അവഗണിച്ച് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ട്രാപ്പിലായി എന്ന് തോന്നി, വേണ്ട ഇത് നല്ലതല്ല എന്ന് തോന്നി, മനസ്സിന് ഭയങ്കര ഭാരമായി നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് അവർ താല്പര്യപ്പെടുന്നത് എന്നാണ് പോസിറ്റീവിൽ പറയാനുള്ളത്. അങ്ങനെ എങ്ങാനും അവർക്ക് ചിന്ത മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ അവർ വരും. ഇവിടെ ഏതവസ്ഥയാണോ, 3-4 അവസ്ഥ ഞാൻ പറഞ്ഞു. ഒന്നുകിൽ നിങ്ങൾ തമ്മിൽ എന്തിനെങ്കിലും ചെറിയ വഴക്കുണ്ടായി, തേർഡ് പാർട്ടി എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ നിങ്ങൾ അകന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ തേർഡ് പാർട്ടി തന്നെ അവർക്ക് സ്വന്തമാക്കണം എന്ന് പറഞ്ഞ് എന്തൊക്കെയോ ഹെൽപ്പ് ചെയ്ത് നിങ്ങളിൽ ഒരാളെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ്, ട്രാപ്പിലാക്കിയിരിക്കുകയാണ്. ഇനി 3ാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യുന്നവരോ ഒപ്പം പഠിക്കുന്നവരോ ആയിട്ടുള്ള 3ാമത്തെ ഒരു വ്യക്തി വന്നപ്പോൾ നിങ്ങൾക്കിടയിൽ അകൽച്ച വന്നതാണ്. ഇതിലേതാണോ അതുപോലെ എടുക്കുക. എന്തായാലും ഇതിനൊരു ശുഭ പര്യവസാനമാണ് ഉണ്ടാവാൻ പോകുന്നത്. 6 കപ്പാണല്ലോ വന്നിരിക്കുന്നത്. എല്ലാം ഓക്കെ ആവും എന്ന് പറയുന്നത്. ഡെവിളിൻ്റെ നെഗറ്റീവ് എനർജി ഉള്ളവർക്ക് അത് നടക്കില്ല. അത് നിങ്ങൾ വന്ന് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ബ്ലാക്ക് മാജിക് ഉണ്ടോ, കൈവശം പോലെയുള്ള കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞു തരും. ഇനി നമുക്ക് നെഗറ്റീവ് പറയാം. നെഗറ്റീവ് അപ്പ് നിങ്ങളവരെ ഫോളോ ചെയ്യണം. 5 സോഡ്സ് അവർ മറ്റൊരു ഓപ്ഷനിലേക്ക് പോയി. 3 സോഡ്സ് 3ാമത്തെ വ്യക്തി തന്നെയാണ്. 8 സോഡ്സ് നിങ്ങളെ ട്രാപ്പിലാക്കിയത് തന്നെയാണ്. 10 വാണ്ട് നിങ്ങൾക്കിപ്പോൾ മനസ്സിന് ഭാരമാണ്. ഏസ് ഓഫ് സോഡ്സ് നഷ്ടമായി. 6 കപ്പ് ഓർമ്മകൾ മാത്രമായി. ഒപ്പം വർക്ക് ചെയ്യുന്നവരോ ഒപ്പം പഠിക്കുന്നവരോ കൊണ്ടുപോയി. ഡെവിൾ എനർജി ആയിരുന്നു അവർക്ക്. ടവർ എൻഡായി. കർക്കിടകം രാശി നിങ്ങളിങ്ങനെ വിരഹത്തിലാണ്. മേ ബി ഒരു പക്ഷേ നിങ്ങളിലേക്ക് വരുമായിരിക്കാം, ഇല്ലെങ്കിൽ ഇല്ലായിരിക്കാം. എല്ലാ പെണ്ണുങ്ങളും ഭയങ്കര സോപ്പ് ഹായ് പോസിറ്റീവ് സോഴ്സ് ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ അങ്ങേയറ്റം മോട്ടിവേറ്റ് ചെയ്യുന്ന ഈ മാമാപ്പണി ഞാൻ ഉള്ളതുപോലെ തുറന്ന് പറഞ്ഞാണ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക. എൻ്റെ ടാരോ റീഡിങ്ങിനെ ഞാൻ ഇകഴ്ത്തി സംസാരിക്കുകയല്ല. ടാരോ റീഡിങ്ങിനെ അങ്ങനെ ഇകഴ്ത്തി എല്ലാവരും കാണിക്കുന്നത് കൊണ്ടാണ് എനിക്കിങ്ങനെ പറയേണ്ടി വരുന്നത്. അവിശുദ്ധ കൂട്ടുകെട്ടുകൾക്ക് മാമാപ്പണി ചെയ്യുകയല്ല ടാരോ റീഡിങ് എന്ന് പറഞ്ഞാൽ. അത് ജ്യോതിഷമാണ്. ഗാലക്സി എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിന് താഴെയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്ന നവഗ്രഹങ്ങളും രാശികളും നക്ഷത്രങ്ങളും ചേർന്ന കാർഡുകൾ തന്നെയാണ് ഇവിടെ വരുന്നത്. അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവുമായ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പക്ഷേ അത് ചുരുങ്ങിയിട്ട് മാമാപ്പണിക്ക് മാത്രം ഉപയോഗിക്കുകയില്ലേ. അവിശുദ്ധ കൂട്ടുകെട്ടുകൾ. പ്രണയം എന്ന പേര് പറയാൻ പറ്റില്ല. പ്രണയം എന്ന് പറഞ്ഞ വാക്ക് ദൈവം എന്ന് പറയുന്നത് പോലെയാണ്. ഇവിടെ അങ്ങനെയാണോ? നാസയിലെ സയൻറ്റിസ്റ്റുകളുടെ പോലെ വന്നിരുന്ന ഇംഗ്ലീഷും മംഗ്ലീഷും കൂടി കലർത്തി പറയുന്നവരെല്ലാം ചെയ്യുന്നത് അവിഹിത ബന്ധങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയാണ് അല്ലേ? എന്നാൽ ഞാൻ അങ്ങനെയല്ല. ഞാനിവിടെ കാണുന്ന പ്രപഞ്ചം തരുന്ന മെസ്സേജുകൾ തരുന്നു. അത് എടുക്കേണ്ട പോലെ എടുക്കുക. അതിൻ്റെ നെഗറ്റീവും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതിൻ്റെ അനന്തരഫലങ്ങളും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അല്ലാതെ ബുദ്ധിയില്ലാത്ത കുട്ടികളൊന്നും അല്ല ഇവിടെ വന്ന് കാണുന്നത്. ചുരുങ്ങിയത് 40-ന് മുകളിൽ പ്രായമുള്ളവരായിരിക്കാം കാണുന്നുണ്ടാവുക. അപ്പോൾ അത്യാവശ്യം വിവരമുള്ളവർ തന്നെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ടാരോ കാർഡ് എന്ന് പറഞ്ഞാൽ 2 പേരുടെ മാംസബന്ധം പറയാനുള്ളതല്ല. മനസ്സിലാക്കുക. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു കാർഡാണ് ഇത്. അതിൽ അത്തരം എനർജികളാണ് വരുന്നത്. ഞാൻ എങ്ങനെയാണ് പറഞ്ഞിരുന്നത്? തീപിടുത്തം ഉണ്ടാവും, അപ്പോൾ തീ പിടിക്കുന്നു. നിങ്ങൾ ഭൂമി വസ്തു വാഹനം വാങ്ങാൻ പോകുന്നു, അപ്പോൾ വാങ്ങുന്നു. അതുപോലുള്ള പല കാര്യങ്ങളും. നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂ ഇതാണ് വരാൻ പോകുന്നത്, അത് നടക്കുന്നു. അതൊക്കെയല്ലേ പറയണ്ടേ? വെറുതെ പ്രേമം മാത്രം പറഞ്ഞ് 2 ചേട്ടനും ചേച്ചിയും കൂടിയിട്ട് നിങ്ങളിന്ന് കണ്ടുമുട്ടും, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നത് മാത്രമല്ല ടാരോ റീഡിങ്. മനസ്സിലാക്കുക. നിങ്ങളുടെ എന്ത് കാര്യം വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരും. ചോദിക്കുക. ചിലപ്പോൾ നാസയിലെ സയൻറ്റിസ്റ്റുകൾക്കൊന്നും അത് പറഞ്ഞു തരാൻ അറിയില്ലായിരിക്കും. കാർഡ് പോലും നിങ്ങളുടെ മുന്നിൽ നിന്നല്ല എടുക്കുന്നത്. കുറച്ച് കാർഡ് നിരത്തി വെച്ച് അങ്ങ് ഭയങ്കര ഗൗരവത്തിൽ ഇങ്ങനെ വിളമ്പാൻ തുടങ്ങും. ജാമുന മിഥുനൻ രാശിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഓൾറൈറ്റ്, ഇതൊക്കെയാണ് നിങ്ങൾക്ക് വിളമ്പി തരുന്നത്. അതങ്ങനെ വെള്ളം തൊടാതെ വിഴുങ്ങി ഒരു താല്പര്യമില്ലാത്ത ഏതോ ഒരുത്തനെ കാത്തിരിക്കുന്നത് നിങ്ങൾ എത്രമാത്രം മണ്ടന്മാരും മണ്ടികളാണെന്ന് എനിക്കിനി പറയേണ്ട ആവശ്യമില്ല. ഇവിടെ വരുന്നവരെല്ലാം ഏത് തരക്കാരാണെന്ന് ഏകദേശം എനിക്ക് മനസ്സിലായിട്ടുണ്ട് 3 കൊല്ലം കൊണ്ട്. അപ്പം ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഉച്ചക്കഞ്ഞി തലമറിഞ്ഞാൽ ഉടുത്തമുണ്ട് അരയിൽ നിൽക്കില്ല എന്ന്. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ? 2 നേരം തികച്ചുണ്ണാൻ കിട്ടിയ അവർക്ക് കൃമികടി ഉണ്ടാവുമെന്ന്. അവർക്കപ്പോൾ ഇണയെ വേണം എന്ന്. അതുപോലെയാണ് ഇവിടെ വരുന്നവരെല്ലാം
കുറച്ച് ഇണയെ കിട്ടിയേ ആവൂ എന്ന് പറയുന്ന തരം ആളുകൾ തന്നെയാണ്. എന്തായാലും നിങ്ങളുടെ ഇണ പങ്കാളി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊന്ന് അറിഞ്ഞു വയ്ക്കുക. അല്ലാതെ ഉച്ചക്കഞ്ഞ് തലമറിഞ്ഞിട്ടുള്ള സൂക്കേട് മാത്രമാവാതിരിക്കട്ടെ. പ്രണയമാവട്ടെ, നിങ്ങൾ യഥാർത്ഥത്തിൽ അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയുക എന്നുള്ളത് നിർബന്ധമായി ഒന്ന് ചെയ്യുക. അല്ലാതെ വെറുതെ ഇങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ, ഫിസിക്കൽ ബന്ധം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഒരാളെ സ്നേഹിക്കുന്നില്ല. അത് എല്ലാ ജീവികളിലും കന്നിമാസത്തിലെ നായ്ക്കൾക്ക് ഉണ്ടാവുന്നതില്ലേ, അതുപോലെ തന്നെയുള്ളൂ. എത്ര പട്ടികളെ കിട്ടിയാലും അവന് തോന്നി അവനങ്ങ് ഇണചേരും, അത്രേ ഉള്ളൂ. നായ്ക്കൾക്ക് മാത്രം സത്യനീതിയില്ല. മറ്റെല്ലാ ജീവജാലങ്ങൾക്കും സ്വന്തം ഇണ, അവരുമായിട്ട് മാത്രമേ ഇണചേരുള്ളൂ. അതുമാത്രമല്ല, പ്രജനന കാലം എന്നൊരു കാലം നായ്ക്കൾക്ക് വരെയുണ്ട്. അങ്ങനെ ഒരു കാലം കൊടുക്കാത്തത് മനുഷ്യർക്ക് മാത്രമാണ്. അവർക്ക് എല്ലാ സമയത്തും ഏതിണയുമായും എങ്ങനെ വേണമെങ്കിൽ നടക്കാമെന്നുള്ളതാണ് അവരുടെ ലൈസൻസായിട്ട് അവർ കരുതി പോരുന്നത്. എന്നാൽ അതെല്ലാം തെറ്റാണ്. ജാതകം നോക്കുന്നു, വിവാഹപ്പൊരുത്തം നോക്കുന്നു, അതിൽ യോനിപ്പൊരുത്തം എന്ന് പറഞ്ഞിട്ടൊരു പൊരുത്തമുണ്ട്. നിങ്ങൾക്ക് പൊരുത്തമില്ലാത്തവരുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അൽപായസായി മാറും. ജാതകത്തിൽ ചൊവ്വയാണ് നമ്മൾ നോക്കുക. ചൊവ്വ എന്താണ്? കാലപുരുഷൻ്റെ ഗുഹ്യഭാഗം എന്നറിയുന്നത്. അപ്പോൾ അതിന് ചേരുന്ന ഇണ, അതിൽ ഒരു കുഞ്ഞ് ജനിക്കണം, സന്താനം ജനിക്കണം, അത് നമ്മുടെ പരമ്പരകളെ വളർത്തണം. അതിനൊരു മുഹൂർത്തമുണ്ട്, ശാന്തി മുഹൂർത്തം. നക്ഷത്രങ്ങളും തിഥിയും പൗർണമിയും അങ്ങനെ പല നിമിത്തങ്ങൾ നോക്കിയാണ് ഇണ ചേരുന്നത്. അപ്പോഴാണ് ഒരു ഗർഭം ഉണ്ടാവുന്നത്. ആ ഗർഭത്തിൽ ജനിക്കുന്ന കുഞ്ഞാണ് സൽസന്താനമായി മാറുന്നത്. അല്ലാതെ തോന്നുന്ന പോലെ കള്ളും കുടിച്ച് ഒരു നീതിബോധവും ഇല്ലാതെ ഇണചേർന്നുണ്ടാവുന്ന മക്കളാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് നമ്മൾ കാണപ്പെടുന്ന മക്കൾ. അവർക്ക് എന്ത് ചെയ്യാനും മടിയില്ല, അല്ലേ? നമ്മൾ തന്നെ അവസാനം അവരെ ഭയപ്പെടാൻ തുടങ്ങുന്നു. ദയവായി നിങ്ങളുടെ ബന്ധങ്ങളെല്ലാം നിങ്ങൾക്ക് അനുവദിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കുക. പണ്ട് കാലത്ത് ജാതകം നോക്കുന്നു, പൊരുത്തല്ല പറയുന്നു, കൂട്ടി തൊടിയിക്കാൻ പാടില്ല എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ശരീരം പങ്കുവയ്ക്കാൻ പാടില്ല, അത് ആപത്താണ്, രണ്ടുപേരിൽ ഒരാൾ തട്ടിപ്പോവും എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരുമായി ഇണചേരാനും എല്ലാവരുമായി സ്നേഹം പങ്കുവയ്ക്കാനും പാടില്ല. നിങ്ങൾക്ക് തന്നെ കാലൻ്റെ രൂപത്തിൽ വല്ലവരും വരും, അത് മനസ്സിലാക്കുക. നമുക്കിങ്ങനെ ഒരു അവസ്ഥയാണ്. ഒന്നിനും ഒരു ലൈസൻസും ഇല്ല, ആരും ചോദിക്കാനും ഇല്ല, ആരുമായി എന്തുമാവാം എന്ന തോന്നൽ നിങ്ങൾക്ക് പാടില്ല. അതിനൊരു കടിഞ്ഞാണിടുക. ഈ നാസയിലെ സയൻറ്റിസ്റ്റുകൾ എന്തെങ്കിലും പറയട്ടെ, അവർക്കൊന്നും മലയാളം പോലും പറയാറില്ല, കൊലയാളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അതുപോലുള്ളത് കേട്ട് പുളകം കൊണ്ട് ആരുമായും ഇണചേരാൻ നടക്കാതിരിക്കുക. എല്ലാറ്റിനും ഒരു സത്യവും നീതിയും വേണം. അപ്പോഴാണ് ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവുക. എന്നാൽ എല്ലാവരും ഇങ്ങനെയാണോ? അല്ല. ആത്മാർത്ഥമായി മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നവരും ഉണ്ടെന്ന് എനിക്കറിയാം. അത്തരം ആളുകൾ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നത് പോലെ തന്നെ ഇങ്ങോട്ട് അവർക്കും സ്നേഹമുണ്ടോ എന്നൊന്ന് മനസ്സിലാക്കി വെച്ചിട്ട് മാത്രം അവർക്ക് വേണ്ടി നിങ്ങളിങ്ങനെ എനർജി കളയുക. ഇവിടെ വന്നത് കേൾക്കുമ്പോൾ എനർജി പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ എനർജി ഇപ്പോൾ ലോസായിക്കൊണ്ടിരിക്കുക. ഞാനിതൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയല്ലേ. സമൂഹത്തിൽ ചില അനീതികൾ കാണുമ്പോൾ ഇത്തരം ആളുകൾ അതുപോലെയാണെന്ന് ഞാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മാത്രം കാര്യം അറിയാനും പരിഹാരം ചെയ്യാനും വേണമെങ്കിൽ സമീപിക്കുക. ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. എല്ലാ ടാരോ റീഡർമാരും ഇതുപോലെ ഉപദേശിച്ച കുറേ ആൾക്കാർ നന്നാവും. ഇവിടെ പാർവതി പരമേശ്വരന്മാരാണ് വന്നിരിക്കുന്നത്. അർദ്ധനാരി മാനിഫെസ്റ്റേഷൻ. പാർവതി തപസ്സിരുന്നു, കിട്ടി. ഹോപ്പ്, പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇങ്ങനെ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏത് അനുഭവമാണ്? വെറുതെ നിങ്ങളെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടി സമീപിക്കുന്ന ഒരു പങ്കാളിയാണോ? നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് അവർക്ക് സ്നേഹം കൊടുത്തുകൊണ്ടിരുന്നത്? പണമായിട്ടാണോ, ശാരീരികമായിട്ടാണോ, അതോ മനസ്സ് മാത്രമാണോ? മനസ്സുകൊണ്ടാണോ അവർ നിങ്ങളെ സ്നേഹിക്കുന്നത്? ഇത്രയെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് എല്ലാ ദിവസവും ഞാനിങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്നു, ഡീറ്റെയിൽ ചോദിക്കുന്നു, ക്യാഷ് അടച്ച് 1.5 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ റീഡിംഗ് തരുന്നു. ക്യാഷ് അടയ്ക്കാതെ ഒരു മെസ്സേജ് പോലും അയക്കാൻ ഞാൻ സമ്മതിക്കില്ല, അതുകൂടി മനസ്സിലാക്കുക. വന്നാൽ ഡീറ്റെയിൽ തരും. ഒരു ഹായ് മാത്രമേ അയക്കാൻ പാടൂ. ഡീറ്റെയിൽ വായിച്ച ശേഷം പണം അടച്ച ശേഷം മാത്രം നിങ്ങളുടെ കാര്യങ്ങൾ പറയാൻ പാടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് മാലാഖയുടെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ട്രൂ ലവാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരും ഉണ്ട്, വെഡ്ഡിങ് കഴിക്കണം എന്ന് വിചാരിക്കുന്നവരുണ്ട്, ഹണിമൂൺ ആഘോഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, പോസിറ്റീവായി ഇരിക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഇവിടെ ദുരന്തങ്ങൾ നടക്കുന്നതും കുട്ടികൾ അനുഭവിക്കുന്നതുമെല്ലാം അവിശുദ്ധ കൂട്ടുകെട്ടുകളിലാണ് കൂടുതലും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാരണമോ അല്ലെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുന്ന പങ്കാളികൾ കാരണമോ നിങ്ങൾ ഓമനിച്ച് വളർത്തുന്ന മക്കൾക്ക് ഒരാപത്തും വരാതിരിക്കട്ടെ. അതിനു വേണ്ടിയാണ് വീണ്ടും ഞാനിങ്ങനെ ഓതി തരുന്നത്. പല അമ്മമാരും പെൺമക്കളുള്ളവർ രണ്ടാം വിവാഹത്തിന് താല്പര്യപ്പെട്ട് എൻ്റെ അടുത്ത് തന്നെ വരാറുണ്ട്. അത് അപകടമാണ്, ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ അങ്ങനെ കല്യാണം കഴിക്കുക അമ്മയ്ക്ക്, ഈ കുട്ടിയെ നോക്കാൻ വേണ്ടി ഇവർക്ക് അച്ഛനോ അമ്മയോ ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ച ശേഷം ഒരു പങ്കാളിയെ സ്വീകരിക്കാം. അല്ലാതെ ഒരിക്കലും വരുന്ന ആളുടെ അടുത്ത് ഈ കുട്ടി വളരാൻ പാടില്ല. വളർന്നു കഴിഞ്ഞാൽ അയാളുടെ ബുദ്ധി എവിടേക്കാണ് പോകുകയെന്ന് അറിയില്ല. അത്രയും ദുഷിച്ച കാലമാണ്. അപ്പോൾ ദീർഘവീക്ഷണമില്ലാത്ത തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. സ്വന്തം മക്കൾക്ക് അപകടകരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ഇനി നമുക്ക് ഏറ്റവും ഒടുക്കത്തെ മെസ്സേജുകൾ എടുക്കാം. ഫ്ലർട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് കാളീൻ്റെ പോലെ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ഫ്ലർട്ടാണ്, കാമം. ഫൊർഗീവ് ചെയ്യൂ എന്നാണ് പറയുന്നത്. ചിലർക്ക് വിടുതൽ കൊടുക്കൂ, അല്ലെങ്കിൽ അവരോട് ക്ഷമിക്കൂ. നല്ലോണം നിങ്ങളെ സോപ്പിട്ട് പതപ്പിച്ചാലാണ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ അടുത്ത് റീഡിങ് എടുക്കാൻ വരും. അപ്പോഴാണ് എനിക്ക് 10 പൈസ കിട്ടൂ. ഇനി യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർ കണ്ടാലാണ് 10 പൈസ കിട്ടൂ. ഇതൊന്നും വേണ്ട, നിങ്ങളെ നന്നാക്കാമെന്നും പറഞ്ഞാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. എൻ്റെ ആത്മാർത്ഥതയും സത്യസന്ധതയും അല്ല നിങ്ങൾ മനസ്സിലാക്കുക. എപ്പം നോക്കിയാലും വഴക്ക് പറഞ്ഞോടും ലേഡി എന്നാണ് ചിന്തിക്കുക അല്ലേ? എന്നാലും സാരില്ല, ചിലരെങ്കിലും നന്നായ ദൈവാനുഗ്രഹം എനിക്കുണ്ടാവുമല്ലോ. എല്ലാവരും നന്നായി മനസ്സിലാക്കിയിട്ട് മാത്രം പ്രണയത്തിൽ മുന്നോട്ട് പോവുക. ബാക്കിയുള്ള കാര്യങ്ങൾ പോലെയല്ല. നമ്മളൊരു സാധനം വാങ്ങി നഷ്ടമായ കുറച്ച് പണം മാത്രമേ നഷ്ടമാവൂ. ഇവിടെ നമ്മുടെ മെൻ്റൽ പോലും തകരും, മാനസികാവസ്ഥ. അതുകൊണ്ട് എല്ലാവരും നന്നായി മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. എല്ലാവരോടൊപ്പം സർവേശ്വരൻ ഉണ്ടാവട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹവും ദീർഘായുസ്സും ഉണ്ടാവട്ടെ. എല്ലാവരും പോസിറ്റീവായി ഇരിക്കുക.